ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കളഞ്ഞ ഫ്രീ ഫയർ ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ എൻ്റെ FF വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാം. കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ എവിടെയാണ്? സോളാരയിലാണ് ഗൈസ് നമ്മളിപ്പോൾ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്രോയിലും ഉണ്ടോ ഗൈസ്? നോ. നമുക്കപ്പോൾ പ്രോയിനെ ഉണ്ടാക്കി കണ്ടുപിടിക്കാനുള്ള വേ നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രോസ് ഒന്ന് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കും. അത് ഓൾഡ് പ്ലേയേഴ്സിന് മാത്രം അറിയുന്ന ട്രിക്കാണ്. ഞാൻ പണ്ട് കളിക്കുമായിരുന്നു ഗൈസ്, അതിനിടയ്ക്കൊരു ഗ്യാപ്പ് വന്നു, പിന്നീടാണ് കളിക്കാൻ നിർത്തിയ. അപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇത്രയും ചാടിയപ്പോൾ ഇത്ര ഹൈറ്റ് വന്നു. പക്ഷെ നമ്മൾ ഇത് കണ്ടോ, ഇപ്പോൾ ചാടിയപ്പോൾ എന്താ ഇത്ര ഹൈറ്റ്? വാട്ട് ഈസ് ദിസ് ഫ്രീ ഫയർ? ഓക്കെ, കളി സ്റ്റാർട്ട് ചെയ്തു. നമുക്കിപ്പോൾ എവിടെ ഇറങ്ങും? ബ്ലൂം ടൗൺ, TV ടവർ. ഞാൻ പണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ബ്ലൂം ടൗൺ. അതിങ്ങ് TV ടവറിൽ ഒരു തവണ ഇറങ്ങി ഗൈസ്, ഫുൾ അടിയാണ് 4 വശത്തും. എന്തായാലും ഇത്തവണ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബൂയിയാണ്. അപ്പോൾ ബൂയി കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കാം. ഇത്തവണയെങ്കിലും നല്ലൊരു കില്ല് വരണം. നമുക്ക് ബ്ലൂം ടൗണിൽ ഇറങ്ങണം. വേണ്ട, ഇത് എവിടെ ഇറങ്ങണം? ഭാവിയിൽ താഴെ കാണണം. അവിടെ കൊള്ളാൻ തോന്നുന്നു. യെസ്, പെട്ടെന്ന് എത്തുമോ? അയ്യോ, ഇവിടെ ഇല്ലല്ല. അയ്യോ, നമ്മൾ ഫൺ ഫെയറിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് ഇറങ്ങാൻ വിചാരിച്ചത്. എന്തായാലും ഇവിടെ തന്നെ ഇറങ്ങും, കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇറങ്ങും. നല്ല ഗൺസുള്ള എല്ലാം കിട്ടി. ഫസ്റ്റ് ഗണ്ണ് ഏതായിരിക്കും ഗൈസ് നമ്മുടെ? നമുക്ക് നോക്കാം. നല്ല ഗണ്ണാണെങ്കിൽ ഇന്ന് ബൂയി എടുക്കും. MP5 പ്ലാസ്മ. ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് ഓടിച്ചാലോ എന്ന് ആലോചിക്കാം. ഇത് കണ്ട, ഒരു ഓട്ടോ ഡ്രൈവർ അടിക്കാൻ ഇതല്ല, പുതിയ സ്കിന്നൊക്കെ കിട്ടി. ഫുള്ള് പറന്നു പോകത്തേ ഉള്ളൂ. നമുക്കിനി ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് ഇന്ന് കളിക്കാം. എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഓട്ടോ ഡ്രൈവർ. നമ്മൾ ആൾക്കാരെ വിളിക്കാനല്ല പോണം, നമ്മൾ ആൾക്കാരുടെ അടുത്ത് പോവും. ബട്ട് അവരെ കില്ലടിക്കാൻ വേണ്ടി ഓട്ടോയിൽ പോകുന്ന ഓട്ടോ ഡ്രൈവർ എങ്ങനെ ഉണ്ടാവും ഗൈസ്? കൊള്ളാവും. അങ്ങനെ നോക്കാം. ഫസ്റ്റ് കില്ല് ഏതാന്ന് നോക്കാം. ഇവിടെ എവിടെയും ഉണ്ടോ? ഇവിടെയും കുറേ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്തോ അറിയത്തില്ല. ഇവിടെ ആരും ഇല്ലേ? ഇതുണ്ടോ പുതിയ ട്രിക്ക്? നമ്മൾ ചാടിയാലും, നമ്മൾ ഈ സർഫ് ബോർഡിൽ നിന്ന് സർഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാടിയാലും നമ്മൾ വീട്ടിൽ നോക്കിയോ. 3, 2, 1 ചാടി. ശരിൻ്റെ ഒന്നും കൂടെ. 3, 2, 1 നോക്കിയോ. അവിടെ ആരുണ്ടോ? ആരുമില്ല. നോക്കിയോ. 3, 2, 1 ചാടിക്കോ. കണ്ടോ, നമ്മൾ പോവില്ല, താഴോട്ട് പോകുന്നില്ല. ഫ്രിക്ഷനാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഓട്ടോ എടുക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് പോവാം. ഇതിൻ്റെ ഹോൺ കിടിലുമാണ് കേസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഹോൺ. നല്ല സൗണ്ടാണ്, ഒരു പ്രത്യേകത സൗണ്ട്. ബസ് സ്റ്റോപ്പ് പിടിച്ചാൽ പൊട്ടാണല്ല. നമ്മുടെ ഇവിടുത്തെ കേരള ബസ് സ്റ്റോപ്പ് പോലും അല്ല ഇവിടുത്തെ, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഏരിയ തേടി പോവാം. അടി വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇപ്പം നിങ്ങൾ ബൂയി എടുത്തു എന്നാൽ പക്ഷെ നിങ്ങൾക്ക് അത്ര കില്ലില്ലെങ്കിലും അത്ര പോയിന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ BRൽ കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം കില്ലും എടുത്ത് നിങ്ങൾ ബൂയി എടുക്കാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് ബൂയി എടുക്കാൻ ഇതുവരെ പറ്റിയില്ല, കാരണം റാങ്ക് കൂടുന്നതനുസരിച്ച് റിയൽ പ്ലേയേഴ്സും പ്രോ പ്ലേയേഴ്സും വരാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഫുൾ BR കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ബട്ട് ഞാൻ കുറേ അത്യാവശ്യം നല്ല കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലും അതുപോലെ നല്ല കില്ല് വേണമെന്ന് ആഗ്രഹം. ഞാൻ ഫസ്റ്റ് അടി എവിടെയും നോക്കാം. ബ്രോ, ആർക്കില്ലേ ഓട്ടോ വേണോ? ഫ്രീ ഓട്ടോ സർവീസ് ആരുമില്ല. ഉണ്ട് കണ്ടു ഗൈസ്, നമുക്ക് പോയിട്ട് വരാം. നോക്കട്ടെ ആരുണ്ട് അവിടെ. ഫസ്റ്റത്തെ നമ്മുടെ കില്ല് പിടിച്ച്. ഇൻഷുറൻസ് പോലും ഇല്ല, തോട്ടയല്ലേ. ആരൊക്കെ ഉണ്ടോ എവിടെ? കുറേ ഗ്ലൂകളുണ്ട്. ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം. എവിടെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലെന്ന് തോന്നുന്നു. അല്ല, ലൂട്ടടിയത് കോടയോ? ഒരുത്തം അവിടെ നിന്ന്. അയ്യോ, ഒരു മെടിയുണ്ടോ? മെടിയിട്ട് ഓട്. അവ ഗ്രാസ് ആയിട്ട് നിൽക്കുമായിരുന്നു. ബുക്കോങ്ങിൻ്റെ എബിലിറ്റി ഇട്ട്
ഞാൻ കയറി ചെന്നത് അവ മാറ്റി കളഞ്ഞു. VS9K മാറ്റിയിട്ട് പാരഫിലാക്കാം. പാരഫിലിട്ട് ഹെഡ് കയറും ഗൈസ്. ഞാൻ ഇതൊരു പ്ലാസ്മ ഇട്ട് ഒരു കില്ല് കിട്ടില്ല. ഫസ്റ്റ് ബൗണ്ടി കില്ലായി. 4 ലക്ഷത്ത് കവർ ഇടാം ഗൈസ്. ഇല്ലെങ്കിൽ നമ്മളിത് ലൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളന്ന് അറ്റേക്ക്. ഞാൻ പാരഫിലായി പൈസ എടുക്കാം. വേണ്ട, ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യണ്ട. പാൻ അടിക്കാം ഗൈസ്. പാൻ എടുത്ത് അടിക്കാം. അതാകുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, നമ്മളെ പെട്ടെന്ന് അവർ നോട്ടീസൊന്നും ചെയ്യില്ല, ബുള്ളറ്റ് വേസ്റ്റ് ആവില്ല. പൊട്ടുപോലെ നമുക്കൊന്ന് വെടി വെച്ച് നോക്കിയാലേ. പ്ലാസ്മ ഒരു ശബ്ദത്തിന് ഭയങ്കര ഇഷ്ടം മീൻസ് ടൂന്ന് കേൾക്കണം. അതേ പൊട്ടി. ഇവിടെ ആരെയുണ്ടോ? ഇവിടെ ആരെയുണ്ടോ? അടി അടി അടി. എവിടെ എവിടെ ആരാ അവിടെ? ആ വന്നു വന്നു. ഇപ്പം അടിച്ച് തീർത്താൻ എന്നെ. രക്ഷപ്പെട്ടു. കറക്റ്റ്. ഇതാണ് നമ്മുടെ ക്രോണോ എബിലിറ്റിയുടെ പവർ. നമ്മൾ BR കളിക്കുമ്പോൾ ഓപ്പൺ സ്പേസ് ആയിട്ട് പെട്ടെന്ന് അവർ നമ്മൾ നോട്ടീസ് അറ്റാക്കൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇത് കുറച്ച് നല്ലതാണ്. ഇതോ പോണു. ഇവിടെ ഗ്ലൂ ആയിട്ട് അവനെ പ്രാങ്ക് ചെയ്യുന്നു. അയ്യോ, അവ ഇതൊരു ഇവിടെ ഒളിച്ചിരിക്കുന്നു. അയ്യോ, പിന്നല്ല അവ ഏതിട്ട് അടിച്ച യൂസ് ചെയ്തിട്ട് അടിച്ചാണ്. കുഴപ്പമില്ല. ബൈസണിൽ നമ്മൾ ഇച്ചിരി എക്സ്പേർട്ടാണ്. നല്ല ഡ്രോപ്പ് ഉണ്ട്. സ്നൈപ്പർ വല്ലതും കിട്ടിയാൽ നല്ല രസമായിരുന്നു. ഞാൻ സ്നൈപ്പർ ഇട്ട് കുറേ കളിക്കുക. M24 എടുക്കണോ? എടുത്തേക്കല്ലേ? ഓക്കെ, പോവാം. വേണ്ട, M24 ഇൻഫിനിറ്റീസ്. M24 അതിന് ഇഷ്ടമല്ല. മെഷീൻ ഗണ്ണിനേക്കാളും എനിക്ക് ഇഷ്ടം നമ്മുടെ സ്നൈപ്പേഴ്സ് SMG ആണ്. പ്രത്യേകിച്ച് MB40AW. 2 കിണ്ണം കോംബോ ആണ്. ഫസ്റ്റ് ഒന്ന് ക്ലോസ് റേഞ്ചും ഒന്ന് ലോങ് റേഞ്ചും. നമ്മൾ പോണ സ്ഥലത്തേക്ക് ആരെങ്കിലും ഉണ്ടായാൽ മതി. ഇതൊരു ജീപ്പ് കിടക്കുന്നു. അവിടെ ജീപ്പ് കിട്ടിയിട്ട് നമുക്ക് ഓട്ടോ എടുക്കാം കഴിച്ച് തിരിച്ചു പോയിട്ട്. വേറെ പണിയില്ലേ അവിടെ? ഇതുകൊണ്ട് ചാടിയാലും ഒരു കുഴപ്പമില്ല. വാ, പതിയെ ഇറങ്ങാം നമുക്ക് ഇവിടെ നിന്ന്. എനിക്കവിടെ ആരാരും. അയ്യോ, കവർ എന്നിട്ടടിച്ചെന്നാവേ. അയ്യോ, ആളാ താഴേന്നും കൂടെ അടിച്ചെന്ന്. ആക്കില്ല, ഇവിടെ കൊല്ലണം കൈസ്. റിവഞ്ച് എടുക്കണം. താഴെ പോ. നമ്മൾ എവിടെയെങ്കിലും മരിച്ചേ? യെസ്, ഇവിടെ തന്നെ. പോ. നമുക്ക് റിവഞ്ച് എടുക്കണം കൈസ്. ഇല്ല, ഇവിടെ കൊന്നിട്ടായാലും റിവഞ്ച് എടുക്കണം. നമ്മുടെ തോക്കെല്ലാം തിരിച്ചെടുക്കണം. പിന്നെ മറ്റേ നമ്മൾ ജിബേ കൂടെ പോയപ്പോൾ നമ്മളെ കൊല്ലാൻ നോക്കിയാൽ അല്ല, അവനെയും കൊല്ലണം. അവളവിടെ കേൾക്കുന്നുണ്ട്. കയറുക. ഹെഡ് ഷോട്ട്. പിന്നെ അല്ല, റിച്ച് അല്ലേ നമ്മൾ. എൻ്റെ ലൂട്ടൊക്കെ അടിക്കൊണ്ട് പോവുമായിരുന്നു കൊച്ച്. അവളും ബൈസൺ ഇട്ട് അടിച്ച എന്നാ. പക്ഷേ എനിക്ക് ഇത്ര ഡാമേജ് വന്നു. വെയിറ്റിങ്. എനിക്ക് ഏത് ലെവൽ 3 ബെസ്റ്റ് കിട്ടി. പക്ഷേ ഡാമേജ് ആണ് കേട്ടോ. നമുക്ക് ഞാൻ ചെയ്യാം. റിപ്പയർ കിറ്റ് ഉപയോഗിക്കും. ഇതല്ലാതെ എങ്ങനെയാണ് കേസ് ഉപയോഗിക്കുന്ന എനിക്കറിഞ്ഞൂടെ. മറ്റേ നമ്മൾ മെഡി ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കുമല്ലോ. അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക. ഇതാരായി ആ എയർ ഡ്രോപ്പ് ആരും ആക്സസ് ചെയ്ത് കേസ്. നമുക്ക് എന്തായാലും പോവാം. നമ്മുടെ ഓട്ടോ എടുക്കാം കേസ് തിരിച്ച്. ഇവിടെ നിന്നാണ് എന്തോ അടി വന്നത് എനിക്ക്. പക്ഷേ അവൻ അവനല്ലേ ആരെയും കില്ലെടുത്താണ്. ഇല്ലെങ്കിൽ അവൻ എയർ ഡ്രോപ്പ് എടുത്തോണ്ട് പോയിക്കണം. എന്തായാലും അവൻ എന്നെ കാണും. അവനെ ഞാൻ കാണും. നമ്മുടെ വണ്ടി എവിടെ? ഓട്ടോ എവിടെ? നമ്മൾ കിടിൽ ഓട്ടോ സർവീസ് ആയിരുന്നു. എനിക്ക് വല്ല വാങ്ങിക്കാൻ കഴിച്ചു. ഹിറ്റ് ലിസ്റ്റ് വാങ്ങിച്ചിടാം. ഇതാണെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. 4 കവറിടാം. കവർ ഇട്ടില്ലെങ്കിൽ അവന്മാർ അടിച്ച് നോക്കാൻ വേണ്ട കലക്കും. ഈ ഇൻഫർമേഷൻ കിടലാണ് കേസ്. ലാസ്റ്റ് എവിടെയാണ് പറഞ്ഞതെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാം. ഞാൻ മാക്സിമം ഈ എനിമീസ് കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ അകത്താണ്. സോണ് വരുന്നതിന് മുമ്പുള്ള സർക്കിൾ. നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് അവിടെ കറങ്ങുന്നുണ്ട്. ആരെയും കിട്ടിയാൽ എന്തോ പൊട്ടുന്നില്ലേ. അൾട്രാടെക് സിമെന്റാ. പാനിട്ടതിന് അടിക്കാം. ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അവന്മാർ അറിയാം. നമുക്ക് പോകണം കേസ്. ഇതുകൊണ്ട് സോണ് ഷ്രിങ്ക് ആവുന്നുണ്ട്. വാ. ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു കേസ്. ഇവിടെ ആരും ഉണ്ടായിരുന്നു നേരത്തെ. ഞാൻ വെൻഡിങ് മെഷീൻ
വെച്ചിട്ട് ഗ്ലൂ ഇട്ടേക്കുന്നുണ്ടാവില്ല. അവൻ ഗ്രനേഡ് തപ്പാൻ പോയോന്നും അറിയില്ല. എന്തായാലും ഇവിടെ ഒരുത്തുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. നമുക്ക് എന്തായാലും ഓടാം. ബാക്കി സോൺ പറഞ്ഞു. പണ്ട് കളിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും എന്ന് പറയുന്ന പണ്ടത്തെ സോൺ എന്ന് പറയുന്നത് അത്രയും ഡാമേജ് എടുക്കില്ല. നമുക്ക് നമ്മുടെ ഓട്ടം എടുക്കാം. വാ, ഇപ്പോഴത്തെ നല്ല ഡാമേജ് എടുക്കണം ഇപ്പോഴത്തെ സോണൊക്കെ. പണ്ടത്തെ സോണല്ല. പണ്ടത്തെ സോണിൽ 1-2 HP പോകും. ഇത് ഡയറക്റ്റ് 8 HP വെച്ചാണ് ഓരോ സെക്കൻഡിൽ പോകുന്നത്. പെർ സെക്കൻഡ് ഒരുത്തിന് അറ്റാക്ക് ഓട്ടോ കൊണ്ട് ഇടിച്ചിടാൻ പറ്റും. അയ്യോ, തെറ്റി വണ്ടി യെസ്. അങ്ങനെ എടാ, ഇവനൊരു നമ്മൾ നേരത്തെ എടുത്ത M249 അവന് നമ്മൾ നേരത്തെ കില്ലെടുത്ത. എന്തായാലും എല്ലാവരും സബ് ചെയ്യുക.